ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വൻ മാറ്റങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട പടിഞ്ഞാറൻ സുരക്ഷാ ക്രമങ്ങൾ ഒന്നൊന്നായി തകരുന്ന കാഴ്ചയാണ് ഇന്ന് ലണ്ടനിലും ബ്രസൽസിലും വാഷിംഗ്ടണിലും ചർച്ചയാകുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവും അതിനോടനുബന്ധിച്ച് പുറത്തുവരുന്ന പുതിയ വിദേശ നയങ്ങളും യൂറോപ്പിന്റെ ഉറക്കം കെടുത്തുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് ഒരു രഹസ്യ ധാരണയുണ്ടാക്കുമെന്നും അതിലൂടെ നാറ്റോ സഖ്യത്തെ തള്ളിപ്പറയുമെന്നുമുള്ള വാർത്തകൾ വെറുമൊരു രാഷ്ട്രീയ അഭ്യൂഹമല്ല, മറിച്ച് ഗൗരവകരമായ ഒരു ഭീഷണിയാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് ഒരേ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയുടെ പടച്ചട്ടയില്ലാതെ റഷ്യൻ കരടിക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഏറ്റവും മോശം സാഹചര്യം നേരിടാൻ യൂറോപ്പ് തയ്യാറെടുക്കണമെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. ദശകങ്ങളായി യൂറോപ്പിന്റെ കാവലാളായി നിന്നിരുന്ന അമേരിക്ക തങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കുമോ എന്ന ചോദ്യം നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ കടുത്ത ഭീതിയാണ് പടർത്തുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ മാത്രമാണ് വലുത്. റഷ്യയുമായി ഒരു ഗ്രാൻഡ് ബാർഗെയിൻ അഥവാ വലിയൊരു ഇടപാടിലൂടെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും നാറ്റോയുടെ ചെലവ് ചുരുക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത് യൂറോപ്പിനെ റഷ്യയുടെ കാൽക്കീഴിൽ അടിയറവ് വെക്കുന്നതിന് തുല്യമാണെന്ന് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നു. പുടിനുമായുള്ള ട്രംപിന്റെ വ്യക്തിപരമായ അടുപ്പവും നാറ്റോയെ ഒരു ഭാരമായി കാണുന്ന അദ്ദേഹത്തിന്റെ സമീപനവും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇരുവശത്തുമുള്ള രാജ്യങ്ങൾക്കിടയിൽ വലിയ വിള്ളൽ വീഴ്ത്തിക്കഴിഞ്ഞു. അമേരിക്ക ഇനി തങ്ങളെ സംരക്ഷിക്കാൻ എത്തില്ലെന്ന തിരിച്ചറിവ് ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള ശക്തികളെ സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും റഷ്യയെ ഒറ്റയ്ക്ക് നേരിടാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടോ എന്ന കാര്യത്തിൽ യൂറോപ്പിന് ഇപ്പോഴും സംശയമാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം കൊടുമ്പിരി കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ പെന്റഗണിന്റെ ശ്രദ്ധ പശ്ചിമേഷ്യയിലേക്ക് മാറിയിരിക്കുന്നത് യൂറോപ്പിന് ഇരട്ടി പ്രഹരമായിരിക്കുകയാണ്. യുക്രൈന് നൽകാൻ മാറ്റിവെച്ചിരുന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും ഇപ്പോൾ ഇറാൻ ഭീഷണി നേരിടാനായി മിഡിൽ ഈസ്റ്റിലേക്ക് വകമാറ്റുകയാണ്. നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി സംഭരിച്ചു വെച്ച ആയുധങ്ങൾ പോലും ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളെയും തടയാൻ അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ അത് നൽകേണ്ടി വരുന്നത് യൂറോപ്പിനെ നിരായുധരാക്കുന്നതിന് തുല്യമാണ്. ആയുധങ്ങളുടെ ഈ വകമാറ്റത്തിലൂടെ റഷ്യക്കെതിരെയുള്ള യുക്രൈന്റെ പോരാട്ടം ദുർബലമാവുകയും അത് പുടിന് യുദ്ധഭൂമിയിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പ്രതിരോധ കവചത്തിൽ വീണ ഈ വിള്ളലുകൾ വരും കാലത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. സാമ്പത്തിക രംഗത്തും റഷ്യ ഇന്ന് വലിയ നേട്ടങ്ങൾ കൊയ്യുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പുടിന്റെ യുദ്ധവീര്യത്തെ തളർത്തുമെന്നാണ് കരുതിയതെങ്കിലും ഫലം മറിച്ചായിരുന്നു. എണ്ണ, ഗ്യാസ് വിൽപ്പനയിലൂടെ റഷ്യ പ്രതിദിനം കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നത് തുടരുകയാണ്. പ്രത്യേകിച്ചും ട്രംപ് ഭരണകൂടം റഷ്യയ്ക്ക് മേലുള്ള പല കടുത്ത ഉപരോധങ്ങളിലും ഇളവ് വരുത്തിയത് പുടിന്റെ ഖജനാവ് നിറയ്ക്കാൻ സഹായിച്ചു. സാമ്പത്തികമായി കരുത്താർജിക്കുന്ന റഷ്യ തങ്ങളുടെ സൈനിക ഉൽപ്പാദനം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്ക പശ്ചിമേഷ്യയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ മറുവശത്ത് റഷ്യ യൂറോപ്പിന്റെ വാതിലുകളിൽ മുട്ടുകയാണ്. ഈ സാമ്പത്തിക സുരക്ഷിതത്വം പുടിനെ തന്റെ സാമ്രാജ്യത്വ മോഹങ്ങൾ വ്യാപിപ്പിക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നു എന്നത് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടി സ്വപ്നമാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി അറിയപ്പെടുന്ന ബ്രിട്ടനുമായുള്ള ബന്ധവും ഇന്ന് കടുത്ത വെല്ലുവിളികളെ നേരിടുകയാണ്. ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും തമ്മിലുള്ള ശീതയുദ്ധം പരസ്യമായ പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നുണ്ട്. ബ്രിട്ടന്റെ അഭിമാനമായ വിമാനവാഹിനി കപ്പലുകളെ വെറും കളിപ്പാട്ടങ്ങൾ എന്ന് വിളിച്ച് പരിഹസിച്ച ട്രംപിന്റെ നിലപാട് ലണ്ടനെ ഞെട്ടിച്ചു. ഇറാൻ യുദ്ധത്തിൽ ബ്രിട്ടൻ തങ്ങളെ സഹായിക്കുന്നില്ലെന്ന അമർഷമാണ് ട്രംപിനെ ഇത്തരം പ്രസ്താവനകളിലേക്ക് നയിച്ചത്. പ്രത്യേകിച്ചും ഡിയാഗോ ഗാർഷ്യയിലെ തന്ത്രപ്രധാനമായ സൈനിക താവളം ഇറാനെതിരെ ഉപയോഗിക്കാൻ അനുവാദം നൽകാത്തത് വാഷിംഗ്ടണും ലണ്ടനും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചു. അമേരിക്കയുമായുള്ള പ്രത്യേക ബന്ധം എന്ന സങ്കല്പം വെറും കടലാസിലൊതുങ്ങുന്ന ഒന്നായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. തന്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത സഖ്യകക്ഷികളെ പരസ്യമായി അവഹേളിക്കാൻ ട്രംപ് മടിക്കുന്നില്ല എന്നത് യൂറോപ്യൻ നേതാക്കളിൽ വലിയ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ട്രംപിന്റെ വാദമനുസരിച്ച് അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമിടയിൽ വലിയൊരു സമുദ്രമുണ്ട്. അതിനാൽ റഷ്യയിൽ നിന്നുള്ള ഒരു ഭീഷണി അമേരിക്കയെ നേരിട്ട് ബാധിക്കില്ല. ഈ ഐസൊലേഷനിസ്റ്റ് നയം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ ബാൾട്ടിക് രാജ്യങ്ങളെ റഷ്യ ഏത് നിമിഷവും വിഴുങ്ങാൻ സാധ്യതയുണ്ട്. സോവിയറ്റ് യൂണിയന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന പുടിന് മുന്നിൽ വാതിൽ തുറന്നു കൊടുക്കുന്നതിന് തുല്യമാണ് ട്രംപിന്റെ ഈ പിന്മാറ്റം. തന്റെ രാജ്യത്തെ സംരക്ഷിക്കാത്ത നാറ്റോ സഖ്യത്തിന് പണം നൽകുന്നത് നിർത്തുമെന്ന ട്രംപിന്റെ ഭീഷണി കേവലം തെരഞ്ഞെടുപ്പ് തന്ത്രമല്ലെന്ന് ഇന്ന് യൂറോപ്പ് തിരിച്ചറിയുന്നു. സ്വന്തം സുരക്ഷയ്ക്കായി അമേരിക്കയെ മാത്രം വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞുവെന്നും തങ്ങൾ ഒറ്റയ്ക്കൊരു സൈനിക ശക്തിയായി മാറേണ്ടത് അനിവാര്യമാണെന്നും ഇന്ന് പാരീസും ബെർലിനും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ലോകക്രമം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. അവിടെ പഴയ സുഹൃത്തുക്കൾ ശത്രുക്കളായേക്കാം, ശത്രുക്കൾ പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. പുടിനും ട്രംപും തമ്മിലുള്ള കൈകോർക്കൽ കേവലം ഒരു രഹസ്യ ധാരണയല്ല, മറിച്ച് യൂറോപ്പിന്റെ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള
മാറ്റാനുള്ള ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു. യുക്രൈൻ മുതൽ ബ്രിട്ടൻ വരെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ഭാവി എങ്ങോട്ട് എന്നറിയാതെ അങ്കലാപ്പിലാണ്. അമേരിക്കയില്ലാത്ത ഒരു യൂറോപ്പ് എന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നുവെങ്കിൽ ഇന്നതൊരു കൈപ്പേറിയ യാഥാർത്ഥ്യമായി മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ യൂറോപ്പ് എങ്ങനെ തങ്ങളെ തന്നെ പ്രതിരോധിക്കുമെന്നും ട്രംപിന്റെ ഈ പുതിയ നീക്കങ്ങൾ ലോകസമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്നും വരും മാസങ്ങളിൽ വ്യക്തമാകും. ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക സഖ്യമായ നാറ്റോയുടെ അന്ത്യമാണോ ഇത് കുറിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഈ ആശങ്കകൾ സത്യമായാൽ ലോകം മറ്റൊരു ശീതയുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു സംഘർഷത്തിലേക്കോ നീങ്ങുമെന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.